എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു അടിപൊളി ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഈ ചിക്കൻ സ്റ്റൂ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നപ്പോൾ 2 കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ, 3 ഏലക്ക ഇതൊന്ന് ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 3 വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതുമാണ് ചേർത്തത്. കുറച്ച് കറിവേപ്പിലയും 3 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തതാണ് ഇപ്പോൾ ചേർത്തത്. ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ഒരുപാട് സമയം വഴറ്റി ബ്രൗൺ ഷെയ്ഡൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് ചേർത്തിട്ടുള്ളത്. 1/2 കിലോ ചിക്കനുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 4 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു വെള്ള നിറത്തിലാകും. അപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർക്കുന്നത്. ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ ഒരു ചെറിയ ക്യാരറ്റാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. 2 കപ്പ് 2ാം പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഈ 2ാം പാലിൽ കിടന്നിട്ടാണ് ഈ ചിക്കനും അതുപോലെ വെജിറ്റബിളും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാനായിട്ട് മറക്കരുതേ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഞാൻ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ചിക്കൻ കുറച്ചുകൂടി ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ വീണ്ടും ഞാനിത് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. 2ാം പാൽ ഒഴിച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചിക്കൻ വേവിച്ചെടുത്തത്. ഇപ്പോൾ ചിക്കനൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ 2ാം പാൽ ചെറുതായിട്ടൊന്ന് കുറുകിയും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഇതുപോലെ സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചെടുക്കാം. ഈ ചിക്കൻ സ്റ്റൂ ഒന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ച് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഒന്ന് ഉടച്ചെടുക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഈ 2ാം പാൽ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയുമാണ് ഇപ്പോൾ ചേർത്തത്. നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് 1ാം പാലാണ് ചേർക്കാനുള്ളത്. ഞാനിപ്പോൾ 1/4 കപ്പ് 1ാം പാൽ ചേർത്തിട്ടുണ്ട്. 1ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത് കൂടുതൽ സമയം തിളപ്പിക്കരുത്. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഇവിടെ 1ാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇതിപ്പോൾ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അതിനുശേഷം അപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്